അനന്തുകൃഷ്ണന്റെ ചതി മൂലം നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്ന് തൃശൂർ അന്തിക്കാട് സീഡ് ഭാരവാഹി മണലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ വിജി ശശി. പണം പോയത് അനന്തുകൃഷ്ണന്റെ അക്കൗണ്ടിലേക്കാണ്. പണം നഷ്ടപ്പെട്ട സീഡ് അംഗങ്ങളുടെ പരാതിയിൽ ഒന്നാം പ്രതിയായി സീഡ് ഭാരവാഹികളെയാണ് പ്രതിയേർത്തത്. അനന്തുകൃഷ്ണൻ രണ്ടാം പ്രതി മാത്രമാണെന്നും വിജി ശശി പറയുന്നു. സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി അവർക്ക് തയ്യൽ മെഷീനും അതുപോലെ തന്നെ 2 വീലർ അടക്കമുള്ള കാര്യങ്ങൾ, കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പുകൾ, പഠനോപകരണങ്ങൾ, ഇത്തരം സംവിധാനങ്ങളൊക്കെ ഇതിൽ കൂടി വരുന്നു എന്ന് പറയും, പകുതി വിലയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നും. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് ഞങ്ങളിതിനെ കണ്ടത്. മാത്രമല്ല, ഇവർ പറയുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ഉദ്ഘാടനങ്ങൾ കാണുകയും അതുപോലെ തന്നെ NGOയുടെ സമ്മിറ്റുകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത് ബോധ്യപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നി. കാരണം ഇത് ശരിയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്. എല്ലാ വിധത്തിലുള്ള ജനപ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു ഈ ചെല്ലുന്ന സ്ഥലങ്ങളിൽ. അപ്പോൾ പിന്നെ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ തുടങ്ങി ഇപ്പോൾ ഒരു 800-ൻ്റെ അടുത്ത് മെമ്പർഷിപ്പ് ഞങ്ങൾക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇത്തരം ഒരു സമയത്ത് വാട്ടർ ടാങ്കാണ് ആദ്യം തന്നത്. വാട്ടർ ടാങ്കിൻ്റെ സമയത്തിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് തൊട്ടടുത്ത് തന്നെ ഹോം അപ്ലയൻസസിൻ്റെ ഈ പദ്ധതി വന്നു. അതും ആളുകൾ പണം അടച്ചു. പണം അടയ്ക്കുന്നത് മുഴുവൻ അനന്തകൃഷ്ണൻ്റെ അക്കൗണ്ടിലേക്കാണ്. സീഡിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പൈസ പോലും ഇല്ല. ഒരു ചെറിയ ഫെസിലിറ്റേഷൻ ചാർജ് ഉണ്ട്, അതിൻ്റെ ഡെലിവറിയായി ബന്ധപ്പെട്ടിട്ട് സർവീസ് ചാർജ്. അതാണ് നമ്മുടെ സീഡിൻ്റെ അക്കൗണ്ടിൽ അടച്ചിട്ടുള്ളത്. ആ പണം കൃത്യമായി അവിടെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പെടുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ ഇരകളാണ്. അനന്തകൃഷ്ണൻ ചെയ്ത ഒരു വലിയ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി സ്ത്രീകളുടെ കുടുംബ പ്രശ്നങ്ങൾ, മാനസികവും ശാരീരികമായിട്ടുള്ള വിഷമങ്ങൾ, പല ആളുകളും ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ട്. പെട്ടെന്ന് ഷുഗർ ഡൗൺ ആവുന്നു, പ്രഷർ കയറുന്നു, വിഷമിച്ചിട്ട്. അഖിൽ വിവരണം വെച്ചിരുന്നു. അഖിൽ, എന്താണ് ഈ സീഡ്? ഈ ഇത്തരത്തിൽ അനന്തകൃഷ്ണൻ തട്ടിപ്പടത്തിന് വേണ്ടി ഒരു സൊസൈറ്റി അംഗമായുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ 60 പകുതി വിലയ്ക്ക് സ്കൂട്ടി, അപ്ലയൻസസ്, ലാപ്ടോപ്പ് തുടങ്ങിയ സാധനങ്ങളൊക്കെ തന്നെ ലഭിക്കുക എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലയിൽ മാത്രം 4 സീഡ് സൊസൈറ്റികളാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതിൽ അംഗങ്ങളായവർക്കാണ് ഇത്തരത്തിൽ ഈ പണം നൽകുന്നത്. അത്തരത്തിൽ ഇത് ഇപ്പോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ വടക്കാഞ്ചേരിയിൽ നിലവിൽ നഗരസഭാ കൗൺസിലർ ഭാരവാഹിയായിട്ടുള്ള അത്തരത്തിൽ 4 സീഡുകൾ പുഴക്കലും ഉല്ലൂർക്കരയിലും അന്തിക്കാടും വടക്കാഞ്ചേരിയിലുമാണ്. ഈ 4 സൊസൈറ്റികളിൽ നിന്നായി 180ഓളം പേർക്കാണ് ഇതുവരെ പണം നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ്. അതെല്ലാവരും ഈ അനന്തകൃഷ്ണൻ അക്കൗണ്ടിലേക്ക് നേരിട്ട് അയച്ചവരാണ്. ഈ സീഡിലെ എന്റെ അക്കൗണ്ടിലേക്ക്, അതായത് അവസാന സമയത്ത് ഈ അനന്തകൃഷ്ണൻ പറഞ്ഞിരുന്നു നേരിട്ട് അക്കൗണ്ടിലേക്ക് അയക്കേണ്ട, സീഡ് വാങ്ങിയിട്ട് നമ്മൾ ഇവിടുത്തെ ചില പ്രക്രിയ നടക്കുകയാണ്, അത് പൂർത്തിയായ ശേഷം അങ്ങോട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിൽ വാങ്ങിയ 30ഓളം പേര്, അതായത് ഒല്ലൂർക്കരയിൽ ഒരു 24 പേരും വടക്കാഞ്ചേരിയിൽ 10 പേർക്കും ഈ സീഡിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിരുന്നു. അവർക്ക് പണം തിരികെ കിട്ടി. ബാക്കി ഒരാൾക്കും ഇതുവരെ പണം ഇല്ല എന്നുള്ളതാണ്. അതായത് 1.5 കോടി രൂപയോളം തുക തൃശ്ശൂർ ജില്ലയിൽ നിന്നും മാത്രമായി ഇത്തരത്തിൽ നഷ്ടമായിട്ടുണ്ട്, അതായത് അനന്തകൃഷ്ണൻ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പല സ്ഥലത്തും ഈ സ്കൂട്ടി മാത്രമല്ല, ഈ വീട്ടുപകരണങ്ങൾ പകുതി വിലയ്ക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ അതിന് പണമടച്ച ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരാളാണ് ഈ വിവരം പറയുന്നത്. പലരും ഇതിൽ കബളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവർക്ക് ഇതിലേക്ക് എത്തുമ്പോൾ മന്ത്രിമാരടക്കം പങ്കെടുത്ത പരിപാടികളുടെയും ട്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ഒക്കെ വളരെ വെൽ മെയിൻറ്റെയിൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ ലിങ്കുകൾ, ഈ മന്ത്രിമാർ പങ്കെടുത്ത പരിപാടികളുടെ ഫോട്ടോകളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ഇവരെ കൂടുതൽ വിശ്വാസത്തിൽ എടുപ്പിച്ചു എന്നുള്ളതാണ്. ഈ ചില സ്ഥലങ്ങളിൽ ലാപ്ടോപ്പ് അടക്കമുള്ള സാധനങ്ങൾ ആദ്യഘട്ടത്തിൽ പലർക്കും പകുതി വിലയ്ക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ വിശ്വാസത്തിലേക്ക്. പക്ഷേ ഇവർ ഇത് കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ്. ഇത്തരത്തിൽ തങ്ങളുടെ പണം പോയി അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെട്ടു എന്നൊരു സത്യാവസ്ഥ ഇവർക്ക് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. ഇതിൽ പലരും ഇതിൽ അറിയാതെ വഞ്ചിക്കപ്പെട്ടു പോയി, ഇടനിലക്കാരെ നിന്നുപോയി, ഭാരവാഹികളെ പെട്ടുപോയി എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ഒന്നും അക്കൗണ്ടുകളിലേക്ക് പണം വന്നിട്ടില്ല. ഈ പണങ്ങളെല്ലാം നേരെ പോകുന്നത് ഈ അനന്തകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള അക്കൗണ്ടുകളിലേക്കാണ്. ഈ സീഡുകളിലേക്ക് അവർ അവിടെ പണം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഇതിന്റെ ഒരു പ്രവർത്തനമൊക്കെ നടക്കുന്നത്. കാരണം ഈ ഇത്തരത്തിൽ എവിടേക്കാണ് അക്കൗണ്ടിലേക്ക് അയക്കേണ്ടതെന്നോ, എത്ര രൂപ അടക്കണം, എന്തൊക്കെ കാര്യങ്ങളുള്ള കാര്യങ്ങൾ ഒരു കൃത്യമായ ഒരു ചാർട്ട്, ഒരു ലിങ്ക് അടക്കമുള്ള കാര്യങ്ങൾ നൽകും. ഇത് ഇവർ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഈ സീഡ് അംഗങ്ങൾ, ഈ സൊസൈറ്റി ഭാരവാഹികൾ ഈ അക്കൗണ്ടിലേക്ക് ഇട്ട് നൽകുന്നു. അതുപ്രകാരം അതിൽ പ്രകാരം ഈ ആളുകൾ പണം അടയ്ക്കുകയും ചെയ്യുന്നു. തൃശ്ശൂർ ജില്ലയിൽ വിവിധ ഈ 4 സൊസൈറ്റികൾ കേന്ദ്രീകരിച്ച് നിരവധി പരാതികൾ ഇതിനോടകം തന്നെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എസ്പിക്കും കമ്മീഷണർക്കും അടക്കം ഇവർ പരാതി നൽകിയിരിക്കുകയുമാണ്. എന്തായാലും ഈ സീഡ് ഭാരവാഹികളായ നഗരസഭാ കൗൺസിലർമാർ ഏത് പാർട്ടിക്കാരാണ്? അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോ കേട്ട വിജി, അതായത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CPM ഭാരവാഹിയാണ്.
ഇപ്പോൾ ഈ വടക്കാഞ്ചേരിയിലെ സീറ്റ് ഭാരവാഹിയായിട്ടുള്ള കൗൺസിൽ കോൺഗ്രസ്സുകാരാണ്. അങ്ങനെ അത്തരത്തിൽ ഇതിൽ പാർട്ടിയില്ല എന്നുള്ളത് നമുക്ക് ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പുറത്ത് CPM ആണെങ്കിൽ അന്തിക്കാട് CPM എത്തുമ്പോൾ വടക്കാഞ്ചേരിയിലേക്ക് എത്തുമ്പോൾ അവരുടെ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് ഭാരവാഹികളുടെ തലപ്പത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇവരൊക്കെ പറയുന്നത് തങ്ങളും കബളിപ്പിച്ചു. അതായത് ഈ വടക്കാഞ്ചേരിയിലെ നഗരസഭാ കൗൺസിലർ ബുഷറ അവർ പോലും ഈ സ്കൂട്ടി ലഭിക്കുന്നതിന് വേണ്ടി 60,000 രൂപ പണം അടച്ചിട്ടുള്ള ഒരാളാണ്. ഈ 48 അവിടെ വടക്കാഞ്ചേരി 48 പേരാണ് പറ്റിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ 48 പേരിൽ ഉൾപ്പെടുന്ന ഒരാളാണ് ഇവരെന്ന് പറയുന്നത്, അത്തരത്തിൽ ബുഷറ എന്ന് പറയുന്നത്. അത്തരത്തിൽ എല്ലാ പാർട്ടിയിൽപ്പെടുന്ന ആളുകളും ഇതിൽ ഇരകളായിട്ടാണ് അല്ലെങ്കിൽ ഇവർ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിരവധി പരാതികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനുകളിലൊക്കെ തന്നെ ഉയർന്നു വരികയാണ്. അജിംസ. ശരി, കെ അഖിലാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്.